ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പല ആളുകൾക്കും ഡൗട്ടായിട്ട് ഒരുപാട് കമൻസിൽ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാട്ടോ. കാരണം ഒരു വ്യക്തതയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തതയില്ലാതെ ആളുകളെ പറയത്തില്ലയോ, ആരോ ആർക്കോ, ആരോ വന്നു, അവൻ ആർക്കോ കൊടുത്തു, ആരെയോ വിളിച്ചു, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് പറയുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകൾ എല്ലാം കൂടി പല പല കമൻസുകളാണ്, ഓരോന്നാണ് ഓരോരുത്തർ ചോദിക്കാറ് അല്ലേ. ആർക്കെന്ന് എങ്ങനെയാണ് ചോദിക്കുക, അതല്ലെങ്കിൽ ആരെ, അല്ലെങ്കിൽ ആരോട്, ആരെയും, ഇങ്ങനെയൊക്കെ ഓരോന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ പല സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ആദ്യം തന്നെ ആരോ എന്ന് പറയാനായിട്ട്, ആരോ വിളിക്കുന്നു, അല്ലെങ്കിൽ ആരോ വരുന്നുണ്ട്, ആരോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അവിടെ ആരോ എന്ന് പറയാനായിട്ട് കൊയ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. കൊയ് ബുലാ രഹാ ഹെ, അതിന് ഷോർട്ട് ചെയ്ത് പറയുന്നു കൊയ് ബുലാരെ, ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അതല്ലെങ്കിൽ ആരോ വരുന്നുണ്ട്, കൊയ് ആ രഹാ ഹെ, അതാണ് കേട്ടോ. കൊയ് ആരെ എന്ന് പറഞ്ഞാൽ ആരോ വരുന്നുണ്ട്. അതുപോലെ പുറത്താരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കൊയ് ബാഹർ ഇന്തസാർ കർ രഹാ ഹെ, പുറത്താരോ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആരോ നമുക്ക് വ്യക്തതയില്ല അല്ലേ, നമുക്കറിയില്ല ആരാന്ന്. ആ വ്യക്തതയില്ലാണ്ട് നമ്മൾ പറയുന്ന ഒരു വേർഡാണത് കൊയ് എന്നുള്ളത്. അപ്പോൾ ഈ കൊയ്യുടെ കൂടെ ഒരു നഹി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി അർത്ഥം? ആരും, ഇവിടെ ആരും ഇല്ല എന്ന് പറയാനായിട്ട് യഹാ കൊയ് നഹി ഹെ, ആ കൊയ് തന്നെയുള്ളൂ കേട്ടോ. യഹാ കൊയ് നഹി ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ല എന്നായി അല്ലേ. എന്നാരും വിളിച്ചില്ല, മുജെ കൊയ് നെയ് ബുലായ, മുജെ കൊയ് നെയ് ബുലായ, എന്നെ ആരും വിളിച്ചില്ല, അവിടെ ആരും പോയില്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ആരും പോയില്ല, ഇന്നലെ അവിടെ ആരും പോയില്ല എന്ന് പറയാനായിട്ട് ആരും എന്നുള്ള വേർഡല്ലേ. ഇന്നലെ കൽ വഹാം കൊയ് നെയ് ഗയ, കൽ വഹാം കൊയ് നെയ് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവിടെ ആരും പോയില്ല എന്നാണ്. അപ്പോൾ ആരും എന്ന് പറയാൻ ഈ കൊയ്യുടെ കൂടെ നഹി ചേർത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ആർക്ക് എന്ന് ചോദിക്കാൻ ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ, നമുക്കറിയാം. ആർക്ക് എങ്ങനെയാണ്? കിസ്കോ, വളരെ ഈസിയാണ്. ഈ കിസ്കോ ചാഹിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണം എന്ന് ചോദിക്കുന്ന അല്ലേ. ഈ കിസ്കോ ചാഹിയേ, ഇത് ആർക്ക് വേണം. അതല്ലെങ്കിൽ നീ അത് ആർക്കാ കൊടുത്തത്? തുമ്നെവോ കിസ്കോ ദിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അത് ആർക്കാണ് കൊടുത്തത് എന്ന് ചോദിക്കുന്നതാ. ഓക്കെ, അപ്പോൾ ആർക്ക് എന്ന് പറയാനായിട്ട് കിസ്കോ. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുന്നോട്ട് പോകും തോറും ഈ വാക്കുകൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലത് ഒരുപോലെ തന്നെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഈ ചെറുത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കിസ്കോ പറഞ്ഞു അല്ലേ, ആർക്ക് എന്നുള്ളത്. ഇനി ഇത് ആർക്കും വേണ്ട എന്നോട് പറയും. അവിടെ ആർക്കും എന്ന് പറയാനായിട്ട് ഈ കിസ്കോനൊന്ന് നീട്ടിപ്പിടിച്ചാൽ മതി. കിസിക്കോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ആർക്കും വേണ്ട, ഇത് നല്ലതല്ല, ഇത് ആർക്കും വേണ്ട. അച്ഛ നഹിയെ, ഇത് നല്ലതല്ല, ഇത് ആർക്കും വേണ്ട. നമ്മൾ പറയാറില്ലേ, ഇത് ആർക്കും വേണ്ട. കിസിക്കോ നഹി ചാഹിയെ, എന്ന് പറഞ്ഞാൽ വേണം, നഹി ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ ഇത് ആർക്കും വേണ്ട എന്ന് പറയുമ്പോൾ കിസിക്കോ നഹി ചാഹിയെ. ക്ലിയർ ആയോ? അതാണ് ഞാൻ പറയുന്നത്. ഈ കിസിക്കോ ഈ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ, പക്ഷെ അർത്ഥം വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ആർക്കും വേണ്ട, കിസിക്കോ നഹി ചാഹിയെ. അതുപോലെ ഇത് ആർക്കും കൊടുക്കരുത്, നമ്മൾ പറയത്തില്ലേ, ഇത് ആർക്കും കൊടുക്കരുത്, ഇവിടെ തന്നെ വെച്ചോ. കിസിക്കോ മത്തേന, കിസിക്കോ മത്തേന. ഇവിടെ കിസ്കോ മത്തേന എന്നല്ല പറയുക, അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കിസിക്കോ മത്തേന, ഇത് ആർക്കും കൊടുക്കരുത് എന്ന് പറയുന്ന. ഇവിടെ നമ്മൾ ആർക്കും എന്ന് പറയാൻ ഈ കിസിക്കോ യൂസ് ചെയ്തു. ഇനി ആർക്കോ നമുക്കറിയില്ല ആർക്കാണാവോ എന്ന് കേട്ടോ. അവിടെ നമ്മൾ ഈ കിസിക്കോ വെച്ച് സംസാരിക്കും. ഇപ്പോൾ അതവൻ ആർക്കോ കൊടുത്തു, അവിടെ ഇങ്ങനെ പറയണ്ടേ? വോ ഉസ്നെ കിസിക്കോ ദിയാ ഹെ, കിസിക്കോ കേട്ടോ, വോ ഉസ്നെ കിസിക്കോ ദിയാ ഹെ, അവനത് ആർക്കോ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്ന് പറയാനാണെങ്കിലും നമ്മൾ ഈ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത്. കിസിക്കോ ചാഹിയേ, കിസിക്കോ ചാഹിയേ, ഇത് ആർക്കെങ്കിലും വേണോ? ഓർ കിസിക്കോ ചാഹിയേ, ഇപ്പം നമ്മൾ എല്ലാവർക്കും കൊടുത്തു, ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ, ആർക്കെങ്കിലും വേണോ എന്ന് ചോദിക്കത്തില്ലയോ? ഓർ കിസിക്കോ ചാഹിയേ, ഇനി ആർക്കെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതാ.
അപ്പോൾ ഈ വേർഡ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി അതുപോലെ ആരോടോ എന്ന് പറയാനായിട്ട്, ആരോടോ, അവൻ പൈസ ആരോടോ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമല്ലോ അല്ലേ? അപ്പോൾ ഹിന്ദിയിൽ ആ വാക്ക് അറിഞ്ഞിരിക്കണം. അവൻ പൈസ ആരോടോ ചോദിച്ചിട്ടുണ്ട്, ആരോടാന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഉസ്നെ പൈസേ കിസിസെ പൂച്ചാഹെ, ഒരാളിൽ നിന്നും ആണല്ലോ, അതുകൊണ്ട് അവിടെ കിസിസെ എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് വരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ കിസിക്കോ എന്നും പറയുന്ന കേൾക്കാം, അതും കറക്റ്റാണ്. ഉസ്നെ പൈസെ കിസിസെ പൂച്ചാഹെ, അവൻ ആരുടെ കയ്യിൽ നിന്നോ പൈസ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിസിക്കോ പൂച്ചാഹെ, ആരോടോ ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ടർത്ഥത്തിലും നമുക്കിത് പറയാൻ പറ്റും. പക്ഷേ ഈ കിസിസെയും കിസ്കോയും എല്ലാ സെൻറ്റൻസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് രണ്ടർത്ഥം വരുന്നുണ്ട്. ഒരാളിൽ നിന്നും ചോദിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഒരാളോട് ചോദിച്ചിട്ടുണ്ടെന്നും, അതാണ് വരുന്നത് കേട്ടോ. അതുപോലെ നാളെ ജോലിക്ക് വരാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട്. കൽ കാംകോ ആനെ കേലി, അല്ലെങ്കിൽ കാംകോ ആനെ കിസിക്കോ ബത്തായാ ഹെ, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബോലാ ഹെ, കഹാ ഹെ, എന്ത് വേണേലും പറയാം കേട്ടോ. കിസിക്കോ വേറൊരു വ്യക്തിയോട് എന്ന് പറയുന്ന, ആരോടോ പറഞ്ഞിട്ടുണ്ട്, അതാണ് കൽ കാംകോ ആനെ കിസിക്കോ ബത്തായാ ഹെ, നാളെ ജോലിക്ക് വരാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിസിക്കോ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ആരോടും പറയരുത്, ആരോടും പറയരുത്, കിസിസെ മത് ബോലോ, കിസിക്കോ മത് ബോലോ, എന്ത് വേണേലും പറയാം. ഓക്കെ, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ആരോടും എന്ന് പറയുന്ന കിസിസെ മത് ബോലോ, കിസിക്കോ മത് ബോലോ. അതുപോലെ തന്നെ ആരോടും ഇങ്ങനെ ചെയ്യരുത്, കിസിസെ ഏസാ മത് കർണ, കിസിസെ അല്ലെങ്കിൽ കിസിക്കോ ഏസാ മത് കർണ, ആരോടും ഇങ്ങനെ. ഞാൻ ഈ രണ്ട് വാക്കും പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കിസിസെന്ന് കേൾക്കും, ചിലപ്പോൾ കിസിക്കോ എന്ന് കേൾക്കും, അവിടെ കൺഫ്യൂഷൻ വരണ്ട. രണ്ടിനും പല സ്ഥലങ്ങളിൽ പല ആളുകൾ പല രീതിയിൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു വാക്ക് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അതുപോലെ ആരെയോ എന്ന് പറയാം. ആരെയോ നമുക്കറിയില്ല ആരെയാണോ എന്നുള്ളത്, ആരെയോ. ഓക്കെ, അവൻ ആരെയോ കാണാൻ പോയിരിക്കുക നമ്മൾ പറയത്തില്ലേ, അവൻ ആരെയോ മീറ്റ് ചെയ്യാൻ പോയിരിക്കുക എന്ന് പറയാനായിട്ട് വോ കിസിസെ മിൽനെ ഗയാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരെയോ കാണാൻ പോയിരിക്കുക, അല്ലെങ്കിൽ ആരെയോ മീറ്റ് ചെയ്യാൻ പോയിരിക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ അവൻ ആ സമയത്ത് ആരെയോ വിളിച്ചിട്ട് വന്നു, എന്തെങ്കിലും പ്രശ്നം നടക്കുന്ന സമയത്ത് അവൻ ആ സമയത്ത് ആരെയോ വിളിച്ചിട്ട് വന്നു എന്ന് നമ്മൾ പറയത്തില്ലയോ, ഒരു ഹെൽപ്പിനായിട്ട്. ഉസ്സമയ ഉസ്നെ കിസിക്കോ ബുലാക്കിയായ, എന്താ പറഞ്ഞേ, ഉസ്സമയ് ആ സമയത്ത്, ഉസ്നെ അവൻ, കിസിക്കോ ആരെയോ എന്ന് പറയുന്ന, അവിടെ കിസിസെ യൂസ് വരില്ല. മനസ്സിലാവുന്നുണ്ടോ ഈ ഡിഫറൻസ്? ഇവിടെ ആരെയോന്ന്, രണ്ടിനും ആരെയോന്ന് അർത്ഥം വന്നു, ആരെയോ കാണാൻ, കിസിസെ മിൽനെ. ഇവിടെ ആരെയോ വിളിച്ചിട്ട് വന്നു, കിസിക്കോ ബുലാക്കർ അല്ലെങ്കിൽ ബുലാക്കെ ആയ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, കുറേ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. അതുപോലെ തന്നെ ആരെയും എന്ന് പറയാനായിട്ട് അവിടെയും ഈ കിസിക്കോ എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആരെയും, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ മക്കളോടൊക്കെ, ആരെയും തല്ലരുത് അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറയത്തില്ലയോ, കിസിക്കോ പരേശാൻ മത് കർണ എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നാ. പരേശാൻ കർണ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക കേട്ടോ, ശല്യപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പോൾ കിസിക്കോ പരേശാൻ മത് കർണ, ആരെയും ശല്യപ്പെടുത്തരുത്. അതുപോലെ തന്നെ കിസിക്കോ മത് മാറണ, ആരെയും അടിക്കരുത്. അവിടെ ആരെയും എന്ന് പറയാനും കിസിക്കോ എന്നുള്ള വേർഡാണ്, കിസ്കോ അല്ല കിസിക്കോ. ഒന്ന് നീട്ടിപ്പിടിക്കണം കേട്ടോ. ഇനി അതുപോലെ ആർക്ക് വേണ്ടി എന്ന് ചോദിക്കാനാണെങ്കിലോ, കിസ്കേലിയെ, വളരെ ഈസിയാണ്. കിസ്കേലിയെ, ഇത് ആർക്ക് വേണ്ടിയാണ്, ഏ കിസ്കേലിയെ ഹെ, ഏ കിസ്കേലി ഹെ, ഇത് ആർക്ക് വേണ്ടിയാണ്. അതല്ലെങ്കിൽ നീ ആർക്ക് വേണ്ടി സംസാരിക്കണേ, തും കിസ്കേലിയെ ബാത് കർ രഹേ ഹോ, തും കിസ്കേലിയെ ബാത് കർ രഹേ ഹോ, നീ ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ തും കിസ്കേലിയെ ബാത് കർ രേ, ഷോർട്ട് ചെയ്ത് അങ്ങനെ ചോദിച്ചാലും മതി കേട്ടോ. നീ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടി അതാണ് കിസ്കേലിയെ. ഇനി ആർക്കോ വേണ്ടി, ഇത് ആർക്കോ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്, ഏ കിസി കേലിയെ, ആർക്കോ വേണ്ടി എന്ന് പറയുന്ന, ഏ കിസി കേലിയെ കർക്കെ രക്കാ ഹെ. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ കിസ്, കിസി ഈ ഒരു വ്യത്യാസമാണ് പലതിലും വരുന്നത്. അതുപോലെ തന്നെ കിസ്കോ, കിസ്സെ ഈ രണ്ട് വാക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ ഞാൻ മലയാളത്തിൽ കൊടുക്കാട്ടോ, എത്ര അർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചെന്നുള്ളത്. അപ്പം ഇത്രയും അർത്ഥങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞ സെൻറ്റൻസുകളിലുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. ഓരോ സെൻറ്റൻസുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ട് നോക്കൂ, അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ,
വളരെ സിമ്പിളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനൽ ഇപ്പോൾ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഫസ്റ്റ് മുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.